യുഎസിലെ കരോളിന എന്ന സ്റ്റേറ്റിൽ റോക്ക് ഹിൽ എന്ന ഒരു സ്ഥലം. അവിടെയാണ് വില്ലി മേരി സു എന്ന ദമ്പതികൾ വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നത്. ഇവർക്ക് മൊത്തം 3 പെൺമക്കൾ. 12 വയസ്സുള്ള അമാൻഡ എന്ന മകൾ, 11 വയസ്സിൽ ജെസിക്ക എന്ന മകൾ, 7 വയസ്സുള്ള കൈല. ഈ കുടുംബത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു പക്ക ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കുടുംബമാണ്. അമേരിക്കയിലെ ഭൂരിഭാഗം കുടുംബവും ക്രിസ്ത്യൻ കുടുംബമാണെങ്കിൽ കൂടിയും ചിലർക്ക് ആ മതത്തോട് അമിതമായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു കുടുംബമാണ് ഇവരുടേത്. ബില്ലി ഡേ ഷിഫ്റ്റിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഭാര്യയായ മേരി കൂടുതൽ സമയവും നൈറ്റ് ഷിഫ്റ്റിനാണ് ജോലി നോക്കുക. എപ്പോഴെല്ലാമാണോ മേരി നൈറ്റ് ഷിഫ്റ്റിന് ജോലിക്ക് പോകുന്നത് അപ്പോഴെല്ലാം ഈ 3 മക്കളെയും അച്ഛൻ ബില്ലിയാണ് നോക്കുന്നത്. അങ്ങനെ 2001 നവംബർ മാസം 29-ാം തീയതി മേരി പതിവ് പോലെ നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നു. 3 മക്കളും അച്ഛനുമൊത്ത് വീട്ടിൽ തന്നെയുണ്ട്. അവസാനത്തെ മകൾ കൈല രാത്രി 9 മണിയോടുകൂടി ഉറങ്ങാൻ പോയി. പിന്നീട് 11 വയസ്സുള്ള ജെസിക്കയ്ക്ക് കുറച്ച് ഹോംവർക്ക് ഉള്ളതുകൊണ്ട് അവൾ അത് എഴുതിക്കൊണ്ടിരുന്നു. പക്ഷെ അവൾക്ക് മാത്സ് ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ട് 12 വയസ്സുള്ള മൂത്ത സഹോദരിയായ അമാൻഡയോട് സഹായം ചോദിച്ചു. അങ്ങനെ അമാൻഡ, ജെസിക്ക 2 പേരും ഇരുന്ന് ഹോംവർക്ക് ചെയ്യുന്നു. എന്നാൽ അവർക്കും ആ ഹോംവർക്കിൽ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അച്ഛനെ സഹായത്തിന് വിളിക്കുന്നു. അങ്ങനെ ബില്ലി തൻ്റെ മൂത്ത 2 മക്കളുമായി നൈറ്റ് 1 മണിവരെയും ഹോംവർക്ക് ചെയ്യുന്നു. അങ്ങനെ വിജയകരമായി ജെസിക്കയുടെ ഹോംവർക്ക് അവസാനിപ്പിച്ചതിന് ശേഷം എല്ലാവരും മുറിയിലേക്ക് പോയി ഉറങ്ങാനും ആവശ്യപ്പെട്ടു. അങ്ങനെ മൂത്ത മകൾ 12 വയസ്സുള്ള അമാൻഡ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കിടക്കും. അടുത്ത മകൾ ജെസിക്കയും കൈലയും 2 പേരും മറ്റൊരു മുറിയിലാണ് ഉറങ്ങുന്നത്. ബില്ലിക്കും പ്രത്യേകം ഒരു മുറിയുണ്ട്. ബില്ലിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് രാത്രി ഉറങ്ങുന്നതിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഉറക്കം വരാറില്ല. അതുകൊണ്ട് സിപാക്ക് എന്ന ഒരു മെഷീൻ ഉപയോഗിച്ചാണ് രാത്രി ഉറങ്ങുന്നത്. ആ മെഷീൻ ബെഡിന് അടുത്ത് വച്ചിരിക്കും. അതിൽ നിന്ന് ഒരു ട്യൂബ് പോലെ വരും. അതൊരു മാസ്ക് പോലെ ഉണ്ടാകും. അത് മുഖത്ത് ധരിച്ചാണ് എപ്പോഴും ബില്ലി ഉറങ്ങുന്നത്. അങ്ങനെ മാസ്ക് ധരിച്ചുറങ്ങിയാൽ ചുറ്റും എന്ത് സംഭവിക്കുന്നുവെന്നേ മനസ്സിലാകില്ല. യാതൊരു ശബ്ദവും കേൾക്കില്ല. അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ പോയി. ബില്ലിയും തൻ്റെ മുറിയിൽ കിടന്ന് ഉറങ്ങുന്നു. പെട്ടെന്ന് രാത്രി ഒരു 3 മണിയോടുകൂടി അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. മാസ്ക് തലയിൽ നിന്നും ഊരി മാറ്റി ലിവിംഗ് റൂമിലേക്ക് പോയപ്പോൾ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. ലിവിംഗ് മുറിയുടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ബില്ലിക്ക് നന്നായി അറിയാം താൻ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു. ഇപ്പോൾ ആ ലൈറ്റ് ആരാണ് ഓൺ ചെയ്തിട്ടുണ്ടാവുക? ഇടയിൽ ഒരു 2 മണിക്കൂർ മാത്രമല്ലേ ആയിട്ടുള്ളൂ. ഒരു പക്ഷേ മക്കൾ ആരെങ്കിലും ബാത്റൂമിലേക്ക് പോകാൻ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടാകാം, ഓഫ് ചെയ്താൻ മറന്നിട്ടുണ്ടാകാം. അങ്ങനെ ബില്ലി ചെന്ന് ആ ലൈറ്റ് ഓഫ് ചെയ്തു. പക്ഷേ എങ്കിലും തൻ്റെ മക്കൾ സേഫ് ആണോ എന്നറിയാനായി അദ്ദേഹം മുറിയിലേക്ക് പോകുന്നു. ജെസിക്ക, കൈല 2 പേരും ഉറങ്ങുന്നുണ്ട്. മറ്റൊരു മുറിയിൽ അമാൻഡയുടെ ആ മുറിയുടെ വാതിൽ പൂട്ടിയിരിക്കുകയാണ്. അവൾ അകത്ത് ഉറങ്ങുന്നുണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് ബില്ലിയും ഉറങ്ങാൻ പോയി. നല്ല ഉറക്കത്തിൽ രാവിലെ ഒരു 6 മണിയോടുകൂടി ഒരു ദുസ്വപ്നം വരുന്നു. അതായത് ജീസസ് ക്രൈസ്റ്റ് സ്വപ്നത്തിൽ വന്നു. തൻ്റെ മൂത്ത മകൾ അമാൻഡയെ ദൈവം കൈ പിടിച്ചു കൂടെ കൊണ്ടുപോകുന്നത് പോലുള്ള ഒരു സ്വപ്നം. അമാൻഡയും തൻ്റെ അച്ഛന് ബായ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഇദ്ദേഹം വളരെ ഞെട്ടലിൽ എഴുന്നേറ്റു. വീണ്ടും ആ സമയത്ത് തൻ്റെ മക്കളെ നോക്കാനായി പോകുന്നു. ജെസിക്ക, കൈല 2 പേരും നല്ല ഉറക്കത്തിലാണ്. എന്നാൽ അമാൻഡയുടെ മുറിയുടെ വാതിൽ അപ്പോഴും പൂട്ടിയിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം കണ്ട ആ ഒരു സ്വപ്നം അത് മനസ്സിൽ വല്ലാതെ തന്നെ ആഴത്തിൽ പതിഞ്ഞു. അമാൻഡ സേഫ് ആണോ ഇല്ലയോ എന്നറിയാനായി വാതിൽ മുട്ടി നോക്കി. അകത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ല. വാതിൽ ഒരല്പം ഒന്ന് തള്ളി നോക്കി. അത് അടച്ചിട്ടില്ല, തുറന്നു തന്നെയാണുള്ളത്. കതക് തുറന്ന് അകത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാഴ്ചയായിരുന്നു അവിടെ കാത്തിരുന്നത്. കട്ടിലിൽ 12 വയസ്സുള്ള അമാൻഡയുടെ ശരീരം കിടക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിൽ അവളുടെ കഴുത്തിന് ചുറ്റും ബെഡ്ഷീറ്റ് ഇങ്ങനെ ചുറ്റി വരിഞ്ഞിട്ടുണ്ട്. ആരോ ഒരാൾ അവളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടുണ്ട്. അദ്ദേഹം തൊട്ടടുത്ത് ചെന്ന് മകളെ വിളിക്കാൻ ശ്രമിച്ചു. അവൾക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് ശ്വാസം നോക്കി. CPR കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നു. അവളെ തട്ടി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അവളുടെ ശരീരം വല്ലാതെ തണുത്തുറങ്ങിയിട്ടുണ്ട്. അമാൻഡയ്ക്ക് ജീവനില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. രാത്രി 1 മണിക്ക് ഉറങ്ങാൻ പോയി. അവൾക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾക്ക് ജീവനില്ല. അദ്ദേഹത്തെ കൊണ്ട് അത് അംഗീകരിക്കാനേ സാധിച്ചില്ല. സത്യമാണ് എന്നുള്ളത് ഒരല്പസമയം അദ്ദേഹത്തിന് മനസ്സിലായതേയില്ല. പെട്ടെന്ന് തന്നെ 911 വിളിച്ചു. മകൾ മരിച്ചുപോയി. മുറിക്കുള്ളിൽ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ അവളെ കണ്ടത്. പെട്ടെന്ന് തന്നെ സഹായിക്കണം എന്നാവശ്യപ്പെട്ടു. ഇപ്പോൾ ആ 911 കോളിൽ സംസാരിച്ച ഓഫീസർ പറഞ്ഞത്, എന്ത് പറ്റി, മകൾ ആത്മഹത്യ ചെയ്തതാണോ എന്ന് ചോദിച്ചു. ഇല്ല,
എൻ്റെ മകൾ എപ്പോഴും ബെഡ്ഷീറ്റ് കഴുത്തുവരെ മൂടിയാണ് കിടക്കാറ്. ഒരു പക്ഷേ അങ്ങനെ ഉറങ്ങുമ്പോൾ രാത്രി അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ ഷീറ്റ് കഴുത്തിൽ കുരുങ്ങിയതാണോ എന്നൊന്നും എനിക്ക് വ്യക്തതയില്ല. എനിക്ക് കൃത്യമായി പറയാനും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ പോലീസിന് വിശ്വാസം വന്നില്ല. എങ്കിലും പോലീസ്, പാരാമെഡിക് ടീം എല്ലാവരും അടുത്ത അരമണിക്കൂറിനുള്ളിൽ ആ വീട്ടിലേക്ക് വന്നു. അമാൻഡയെ പരിശോധിച്ചു. അവൾ മരിച്ചു കുറച്ച് മണിക്കൂറുകളായി എന്നും അവർ പറഞ്ഞു. അമാൻഡയുടെ മൃതദേഹം അവർ പരിശോധിച്ചപ്പോൾ അതൊരു കൊലപാതകമാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഏതോ ഒരു വ്യക്തി അമാൻഡയെ ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം അപ്പുറം അമാൻഡയെ ശ്വാസം മുട്ടിച്ചു കൊന്നിട്ടുണ്ട്, കഴുത്ത് ഞെരിച്ചു. ഇനി അമാൻഡയെ കൊല്ലുന്നതിന് മുൻപ് വന്ന ആ കൊലയാളി അവളോട് മോശമായി പെരുമാറിയതിന്റെ ഒരു ബയോളജിക്കൽ മെറ്റീരിയലും അവളുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തി. പോലീസ് അവരുടെ ആദ്യഘട്ട അന്വേഷണം അച്ഛനിൽ നിന്നും അവരുടെ സഹോദരിമാരിൽ നിന്നും ആരംഭിച്ചു. നിങ്ങളുടെ വീടിനുള്ളിൽ വെച്ച് തന്നെ അമാൻഡയെ കൊന്നിട്ടുണ്ട്. അവൾ ഒരു പക്ഷെ നിലവിളിച്ചിട്ടുണ്ടാകാം. ആ ശബ്ദം നിങ്ങൾക്കൊരല്പം പോലും കേട്ടില്ലേ? ഇതിന് അവസാനത്തെ 2 മക്കൾ പറഞ്ഞത്, ഇല്ല, ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു, ഞങ്ങൾക്കൊന്നും തന്നെ കേട്ടില്ല എന്ന്. ശരി, മക്കൾ ഉറങ്ങുകയായിരുന്നു, നിങ്ങൾക്കിതൊന്നും കേട്ടില്ല എന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് സാധാരണ ഉറക്കം വരാറില്ല, അതുകൊണ്ട് സിപ്പാക്ക് എന്ന ഒരു മെഷീൻ മാസ്ക് പോലെ ഉപയോഗിച്ചാണ് ഞാൻ ഉറങ്ങാറ്. അതിൽ നിന്നും ഒരല്പം ശബ്ദം വരും, അതുകൊണ്ട് തന്നെ ചുറ്റുപാടുള്ള ശബ്ദം അധികമൊന്നും കേൾക്കാൻ സാധിക്കില്ല. ഞാനും വളരെ ക്ഷീണിതനായി ഉറങ്ങുകയായിരുന്നു. രാവിലെ എനിക്കൊരു ദുസ്വപ്നം വന്നു. അപ്പോഴാണ് അമാൻഡ സേഫ് ആണോ ഇല്ലയോ എന്നറിയാനായി ഞാൻ ആ മുറിക്കുള്ളിലേക്ക് കയറിയത്. ഇപ്പോൾ ആ പോലീസ് ടീം ക്രൈം സീൻ മാത്രമല്ല, ആ വീട് മുഴുവനും പരിശോധിക്കുമ്പോൾ പോലീസിന് വല്ലാത്തൊരു ദുർഗന്ധം വരാൻ തുടങ്ങി. ഇവർ ആ വീട് ശരിയായി മെയിൻറ്റെയിൻ ചെയ്യാറേ ഇല്ല. എവിടെ നോക്കിയാലും അഴുക്ക് തുണികളാണ്, കഴുകാത്ത പാത്രങ്ങളുണ്ട്. അടുക്കള വൃത്തിയാക്കിയിട്ട് തന്നെ പല വർഷങ്ങളായിട്ടുണ്ടാകും. എവിടെ നോക്കിയാലും പല്ലിയും പാറ്റയും ഒക്കെയാണ്. ഈ സാഹചര്യത്തിൽ ഇവരെങ്ങനെയാണ് ഈ 3 കുട്ടികളെയും ആരോഗ്യകരമായി വളർത്തിയത്? ഇതാണ് പോലീസിന് വന്ന ഒരു സംശയം. ഇപ്പൊ ഇവരെ കുറിച്ച് പോലീസ് ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ ചില വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ മക്കളെ ഇവർ ശരിയായി നോക്കുന്നില്ല എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ട്. ആ സമയത്ത് ഇവർക്കൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. ഇവയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷെ അമാൻഡയെ കൊന്നത് അവളുടെ അച്ഛൻ തന്നെ ആയിരിക്കുമോ എന്ന സംശയം പോലീസിന് വരുന്നു. പോലീസിന്റെ സംശയം സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഒരു പ്രധാനപ്പെട്ട തെളിവായി അവർ കാണുന്നത് ഏതൊരു ക്രൈം സീനിലും ഫോഴ്സ്ഡ് എൻട്രി ഉണ്ടോ എന്ന് നോക്കും. പുറത്തുള്ള ഒരു വ്യക്തി വാതിൽ പൊളിച്ചോ ജനാല പൊളിച്ചോ അകത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. പക്ഷെ അമാൻഡയുടെ വീടിനുള്ളിൽ ഫോഴ്സ്ഡ് എൻട്രി ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വ്യക്തി വീട്ടിലേക്ക് വന്നിട്ടില്ല. ഇതിനകം അച്ഛനും അമ്മയും മക്കളെ ശരിയായി നോക്കിയിട്ടും ഇല്ല. അപ്പോൾ തീർച്ചയായും അച്ഛൻ തന്നെയാണ് അമാൻഡയെ കൊല്ലാൻ സാധ്യത. അങ്ങനെ ബില്ലി എന്ന ഈ അച്ഛനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഏകദേശം 17 മണിക്കൂറോളം അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ ചോദ്യം ചെയ്തു. ഇത്രയും നീണ്ട ഒരു ചോദ്യം ചെയ്യലിൽ പോലും ബില്ലി പറഞ്ഞ ഒരേ ഒരു കാര്യം, എൻ്റെ മകളെ ഞാൻ കൊന്നിട്ടില്ല, ഞാനൊരു നിരപരാധി എന്ന് ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ഈ 17 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ഞാൻ കൊന്നിട്ടില്ല എന്ന ആ വാക്കു മാത്രം മൊത്തം 650 തവണയാണ് അയാൾ പറഞ്ഞത്. പോലീസിനും വല്ലാത്ത ദേഷ്യത്തിന് കാരണമായി. ശരി, നിങ്ങൾ കൊന്നിട്ടില്ല. 1 മണിക്ക് നിങ്ങൾ എല്ലാവരും ഉറങ്ങാൻ പോയി. 6 മണിക്ക് മകൾ മരിച്ചു കിടക്കുന്നു. ഇതിനിടയിൽ വീട്ടിലാരും വന്നിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ കൊന്നത്? എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ പറയണം. നിങ്ങളുടെ മകൾ എങ്ങനെ മരിച്ചിട്ടുണ്ടാകും? നിങ്ങൾ തന്നെ പറയുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ബില്ലി പറഞ്ഞത്, സർ, എൻ്റെ മകളുടെ ഒരു ശീലം ബെഡ്ഷീറ്റ് അവൾ കഴുത്തുവരെ മൂടിയിട്ടായിരിക്കും കിടന്നുറങ്ങുക. ഒരു പക്ഷെ അങ്ങനെ ഉറങ്ങുമ്പോൾ അവൾ തിരിയുമ്പോഴോ മറിയുമ്പോഴോ ആക്സിഡൻ്റലി ആ ഷീറ്റ് കഴുത്തിൽ കുരുങ്ങിയിട്ടുണ്ടാകുമോ? അങ്ങനെ മരിച്ചിട്ടുണ്ടാകുമെന്ന് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു പറഞ്ഞത്. സത്യത്തിൽ ക്രൈം കേസുകളൊക്കെ കൂടുതലായും അറിയുന്ന കേൾക്കുന്ന നമ്മൾ പോലും ഇതൊന്നും വിശ്വസിക്കില്ല. അപ്പോൾ പിന്നെ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസുകാർ വിശ്വസിക്കുമോ? പോലീസിന് ഉറപ്പാണ് ബില്ലിയാണ് കൊന്നത്. ഒരു വശത്ത് ഞാൻ ഈ കൊലപാതകം ചെയ്തില്ല എന്ന് ബില്ലി പറയുന്നു, മറുവശത്ത് പോലീസ് നീ തന്നെയാണ് ചെയ്തത് എന്ന് കുറ്റം ചുമത്തുന്നു. അവസാനം ബില്ലി ഒരു തീരുമാനത്തിലെത്തി. ശരി, ഒരു കാര്യം ചെയ്യാം, പോളിഗ്രാഫ് ടെസ്റ്റ് നമുക്ക് എടുത്തു നോക്കാം. ആ ടെസ്റ്റിൽ ഫെയിലാവുകയാണെങ്കിൽ ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് ഞാൻ തന്നെ സമ്മതിക്കാം. അങ്ങനെ പോളിഗ്രാഫ് ടെസ്റ്റ് എടുത്തു. ആ ടെസ്റ്റിൽ ബില്ലി ഫെയിലാകുന്നു. ഇപ്പോൾ പോലീസ് പറഞ്ഞു, നീ മാത്രമാണ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്, പുറത്തു നിന്നും ആരും വന്നതിൻ്റെ തെളിവും ഇല്ല. പോളിഗ്രാഫ് ടെസ്റ്റിൽ നീ പരാജയപ്പെട്ടു. ഇപ്പോഴെങ്കിലും നീ സത്യം പറയണം. നീ ആ 12 വയസ്സുള്ള കുട്ടിയെ എന്താണ് ചെയ്തത്, എന്തിനാണ് കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ അവസാനം ബില്ലി പറഞ്ഞത്,
അമാൻഡയെ ഞാൻ തന്നെയാണ് കൊന്നത്. മൊത്തം 4 തരത്തിലുള്ള കുറ്റസമ്മതമായിരുന്നു അയാൾ നടത്തിയത്. സാധാരണ കുറ്റവാളികൾ ഈ കുറ്റസമ്മതം നടത്തുമ്പോൾ അവരുടെ ആ കുറ്റസമ്മതവും ക്രൈം സീനിൽ ലഭിച്ച തെളിവുകളും എല്ലാം ക്രോസ് വെരിഫൈ ചെയ്യും. സത്യത്തിൽ ഈ കുറ്റസമ്മതം ശരി തന്നെയാണോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളാണോ എന്ന് പരിശോധിക്കും. ബില്ലി മൊത്തം 4 തരത്തിലുള്ള കൺഫെഷൻ നടത്തി. അതിൽ 3 കൺഫെഷൻ ഇത് ക്രൈം സീനിൽ ലഭിച്ച തെളിവുകളുമായി പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. പോലീസുകാർക്കിപ്പോൾ വല്ലാത്ത കുഴപ്പം. എങ്കിൽ പോലും ബില്ലി തന്നെയാണ് ചെയ്തത് എന്ന് പോലീസ് തറപ്പിച്ച് വിശ്വസിക്കാൻ തുടങ്ങി. ഇതിലെ 4ാമത്തെ കൺഫെഷൻ, അതിൽ ബില്ലിയെ ക്രൈം സീനിലേക്ക് തന്നെ കൊണ്ടുപോയി അമാൻഡയുടെ മുറിയിലേക്ക് കയറിയത് മുതൽ അവളെ എങ്ങനെയെല്ലാം കൊന്നു എന്നുള്ളത് ഒരു പുനർസൃഷ്ടിച്ച് കാണിക്കാൻ ആവശ്യപ്പെട്ടു. ആ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ബില്ലി ചെയ്യുന്നതെല്ലാം വീഡിയോ ആയി റെക്കോർഡും ചെയ്തു. എന്നാൽ ബില്ലി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനും അദ്ദേഹം റീക്രിയേറ്റ് ചെയ്ത കാര്യത്തിനും ഈ ക്രൈം സീൻ ലഭിച്ച തെളിവുകളും എല്ലാം തന്നെ പരസ്പര വിരുദ്ധമായിരുന്നു. അതിനാൽ ഒരുപക്ഷെ ബില്ലിയും കള്ളം പറയുന്നതാണോ? ഇനി ഇയാൾ തെറ്റായ കൺഫെഷൻ ആണോ നടത്തിയത്? ഇങ്ങനെ പോലീസിന് തന്നെ ഒരു സംശയം വന്നു. എങ്കിൽ പോലും ഇയാൾ തന്നെയാണ് മകളെ കൊന്നത്, അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞ് അവസാനം ഇയാൾ നൽകിയ കൺഫെഷനെ മാത്രം അടിസ്ഥാനമാക്കി ബില്ലി അറസ്റ്റ് ചെയ്തു. ഈ ഒരു കേസിന്റെ വിചാരണ അമേരിക്കൻ കോടതിയിലേക്ക് പോകുമ്പോൾ ബില്ലി പറഞ്ഞത്, ഈ കൺഫെഷൻ പോലീസ് എന്നിൽ നിന്നും നിർബന്ധിച്ചാണ് വാങ്ങിയത്. ഞാൻ എൻ്റെ മകളെ കൊന്നിട്ടേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ഒരു കുറ്റസമ്മതം ശരിയല്ലാതായി മാറി. അദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവുകളും ഇല്ല. ബില്ലി കൊലപാതകം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കുഴപ്പം നിറഞ്ഞ സാഹചര്യത്തിലായിരിക്കുന്ന സമയം അമേരിക്കൻ കോടതിയിൽ പ്രോസിക്യൂട്ടർ, ജഡ്ജി എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ബില്ലി തന്നെയാണ് മകളെ കൊന്നത് എന്ന്. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ബില്ലിക്കെതിരെ യാതൊരു ഫിസിക്കൽ എവിഡൻസ്, ഫോറൻസിക് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ചാണ് കൺഫെഷൻ ചെയ്യിപ്പിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുമുണ്ട്. ബില്ലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരേയൊരു കാര്യം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമാണ്. സംഭവം നടന്നപ്പോൾ ആ സ്ഥലത്ത് ബില്ലി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ആ ഒറ്റ കാരണം. എന്നാൽ അദ്ദേഹം നൽകിയ കൺഫെഷനെ മാത്രം ബേസ് ചെയ്ത് അദ്ദേഹം കുറ്റവാളി എന്ന് തീരുമാനിക്കുകയും പരോളിന് പുറത്തിറങ്ങാൻ കഴിയാത്ത ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഇതുവരെയും നിങ്ങൾക്ക് ഈ ഒരു കേസ് വളരെ സിമ്പിളായ ഒരു കേസ് പോലെ തോന്നാം. എന്നാൽ ഈ ഒരു കേസിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. ഇതുവരെയും പറഞ്ഞത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ, മറ്റ് 2 കുട്ടികൾ ചെറിയ കുട്ടികളാണ്. അവർ സ്വന്തം സഹോദരിയെ കൊല്ലാൻ സാധ്യതയില്ല, അതും അവളോട് മോശമായി പെരുമാറി കൊല്ലാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ അവളുടെ അച്ഛൻ ബില്ലി തന്നെയാണോ ഈ കൊലപാതകം ചെയ്തത്? അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ? ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ 1 സെക്കൻഡ് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക. നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ സ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ബില്ലിക്ക് ശിക്ഷ നൽകി. 1 വർഷം അദ്ദേഹം അങ്ങനെ ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജയിലിനുള്ളിലുണ്ടായിരുന്ന അത്രയും ദിവസവും അദ്ദേഹം പറഞ്ഞ ഒരേയൊരു കാര്യം, ഞാൻ ഈ കൊലപാതകം ചെയ്തിട്ടില്ല, അമാൻഡയെ ഞാൻ കൊന്നില്ല, മറ്റാരോ ആണ് ഇത് ചെയ്തത് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. എങ്കിൽ പോലും ബില്ലി പറയുന്നത് ആരും വിശ്വസിച്ചില്ല. ഇത്തവണ ബില്ലിക്ക് വേണ്ടി പുതിയ ഒരു ഡിഫൻസ് ലോയർ ഈ ഒരു കേസിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ കേസ് ഫയൽ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിയമത്തിന് വിരുദ്ധമായി സംഭവിച്ചുവെന്ന് കണ്ടെത്തി. ഉദാഹരണത്തിന്, സംശയത്തിൻ്റെ പേരിൽ ബില്ലിയെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലോയർ അടുത്തുണ്ടായിരിക്കണം. ബില്ലിയെ ഏകദേശം 20 മണിക്കൂറോളം തുടർന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ 20 മണിക്കൂറിന് ശേഷമാണ് ബില്ലിയുടെ പക്കൽ നിന്നും ഒരു കൺഫെഷൻ ലഭിച്ചത്. എപ്പോഴാണോ ആ കൺഫെഷൻ ലഭിച്ചത് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് ലോയറിനെ അകത്തേക്ക് കയറ്റിയത്. ഇപ്പോൾ ബില്ലിയുടെ പുതിയ ഡിഫൻസ് ലോയർ ബില്ലിയോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലോയറിനെ ആദ്യമേ നിങ്ങളുടെ അടുത്തേക്ക് വിടാത്തത് എന്ന്. ബില്ലി പറഞ്ഞത്, ആദ്യം എന്നെ ഒരു 20 മണിക്കൂർ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഈ കൊലപാതകം ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന രീതിയിൽ ഞാൻ കൺഫെഷൻ ചെയ്തില്ലെങ്കിൽ മരണശിക്ഷ നൽകുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. കൂടാതെ എൻ്റെ മകളെ ഞാൻ തന്നെയാണ് കൊന്നത് എന്ന് റിട്ടേൺ കൺഫെഷൻ നൽകിയാൽ മാത്രമേ ഡിഫൻസ് ലോയറിനെ അകത്തേക്ക് അയക്കുകയുള്ളൂ എന്നും അവരെന്നെ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ തനിക്ക് നിയമത്തിലുള്ള ചില അവകാശങ്ങൾ പോലും അദ്ദേഹത്തിന് അവിടെ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഈ ഡിഫൻസ് ലോയർ അദ്ദേഹത്തോട് ചോദിച്ചു, ശരി, ഇത് സംഭവിച്ചു, അങ്ങനെയാണെങ്കിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? നിന്റെ മകളെ നീ തന്നെയാണോ കൊന്നത്? ഇതിനും ബില്ലി പറഞ്ഞത്, ഇല്ല, എൻ്റെ മകളെ ഞാൻ കൊന്നിട്ടേ ഇല്ല എന്ന് ആവർത്തിക്കാൻ തുടങ്ങി. ഡിഫൻസ് ലോയർക്ക് തന്നെ ഇപ്പോൾ ഒരു സംശയം വന്നു, ഒരു പക്ഷേ തൻ്റെ ക്ലയൻറ്റ് നിരപരാധിയായിരിക്കുമോ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നും ഡിഫൻസ് ലോയർക്ക് ഒരു കോൾ വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, ഓഫീസിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടു. പെട്ടെന്ന് ഡിഫൻസ് ലോയർ അങ്ങോട്ടേക്ക് പോകുന്നു.
ഈ സമയം പ്രോസിക്യൂട്ടർ ഒരു കേസ് ഫയൽ എടുത്ത് കാണിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, മരിച്ചുപോയ അമാൻഡയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ അതിൽ ഒരു വ്യക്തിയുടെ ബയോളജിക്കൽ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ആ ഒരു ബയോളജിക്കൽ മെറ്റീരിയൽ DNA പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അത് നമ്മൾ കുറ്റവാളിയാണെന്ന് സംശയിച്ച് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്ന അവളുടെ അച്ഛൻ ബില്ലിയുടേത് അല്ല, അത് ഒരു മൂന്നാം കക്ഷിയുടേതാണ് എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഇത് കേട്ട പ്രതിഭാഗം വക്കീലിന് വല്ലാത്ത ദേഷ്യം വന്നു. ശരി, അമാൻഡയുടെ മൃതദേഹം കണ്ടെത്തി ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ട്. അച്ഛന് ശിക്ഷയും നിങ്ങൾ വാങ്ങിക്കൊടുത്തു. 1 വർഷമായി എന്തുകൊണ്ട് ഈ DNA ഫലം നിങ്ങൾ കോടതിയിൽ സമർപ്പിച്ചില്ല? എങ്ങനെ പ്രോസിക്യൂട്ടറോട് ചോദിച്ചു. ഈ ഒരു കേസിൽ മുൻപ് വാദിച്ച ഡിഫൻസ് ലോയർ പോലും ഈ പ്രധാനപ്പെട്ട തെളിവ് മിസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചോദിച്ച് ഈ പുതിയ ഡിഫൻസ് ലോയർക്ക് വല്ലാത്ത ദേഷ്യം വന്നു. പ്രോസിക്യൂട്ടർ ഇതിനൊരു മറുപടി പറഞ്ഞു. ഇല്ല, ഈ DNA റിസൾട്ട് 1 വർഷത്തിന് മുൻപ് തന്നെ വന്നിരുന്നു. അപ്പോൾ തന്നെ ഇത് ബില്ലിയുടെ DNA അല്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ക്രൈം സീനിൽ ബില്ലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളും കൺഫെഷൻ ചെയ്തു. പിന്നെ എന്തിന് DNA അകത്തേക്ക് കൊണ്ടുവന്ന് ഈ കേസിന് വീണ്ടും എന്തിനാണ് കുഴപ്പത്തിലാക്കുന്നത് എന്ന് ചിന്തിച്ചാണ് ഞങ്ങൾ ഈ തെളിവ് സമർപ്പിക്കാത്തത് എന്നും പറഞ്ഞു. ഡിഫൻസ് ലോയർക്ക് ഇപ്പം എന്ത് പറയണമെന്നേ അറിയില്ല. ഇത് ശരിക്കും നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. ഒരു നിരപരാധിയായ വ്യക്തിയെ കുറ്റവാളിയാണെന്നും പറഞ്ഞ് നിങ്ങൾ ജയിലിലേക്ക് അടച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു തെളിവ് നിങ്ങൾ തന്നെ മറച്ചു വെച്ചുവെന്ന് ഡിഫൻസ് ലോയർ വളരെ ദേഷ്യത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഡിഫൻസ് ലോയർക്ക് മാത്രമല്ല, നമുക്കും ഒരു സംശയം വരണം. 1 വർഷത്തിന് മുൻപേ DNA എവിഡൻസ് മറച്ചു വെച്ചു, ബില്ലിക്ക് ശിക്ഷയും വാങ്ങിക്കൊടുത്തു. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു DNA എവിഡൻസ് കാണിച്ച് അത് ബില്ലിയുടേതല്ല എന്ന് പറയണം? ഈ ചോദ്യം ഡിഫൻസ് ലോയർ ചോദിച്ചു. ഇതിന് പ്രോസിക്യൂട്ടർ ഒരു മറുപടി പറഞ്ഞു. 1 വർഷത്തിന് മുൻപ് ഇത് ബില്ലിയുടെ DNA അല്ല എന്ന് മനസ്സിലായി. എന്നാൽ ഞങ്ങൾ തുടർന്ന് പോലീസ് ഡേറ്റാബേസിൽ ഇതിനെക്കുറിച്ച് പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞാണ് അത് ആരുടെ DNA ആണ് എന്നുള്ളതിൻ്റെ ഒരു മാച്ച് ഞങ്ങൾക്ക് ലഭിച്ചതെന്ന് പറഞ്ഞു. ജെയിംസ് എന്ന ഒരു ആഫ്രോ അമേരിക്കൻ, അയാളുടെ DNA ആണിത്. അയാൾ പൊതുവെ ഒരു ക്രിമിനലാണ്. പല പെൺകുട്ടികളോടും അയാൾ മോശമായി പെരുമാറുകയും ജയിലിൽ പോയി വന്നിട്ടുമുണ്ട്. അമാൻഡ എപ്പോഴാണോ മരിക്കുന്നത് അപ്പോൾ അവളുടെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് ജെയിംസ് താമസിച്ചിരുന്നത് എന്നും പറഞ്ഞു. ഇപ്പോൾ ഡിഫൻസ് ലോയർക്ക് ഒരു വിശ്വാസം വന്നു. സത്യത്തിൽ കൊലപാതകം ചെയ്ത കുറ്റവാളിയുടെ DNA നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവൻ ആ ക്രൈം സീനിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബില്ലിയെ കൊലപാതകം ചെയ്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വാദിച്ച് ബില്ലിയെ ജയിലിൽ നിന്നും പുറത്തിറക്കാം എന്ന് പറയുമ്പോഴാണ് വീണ്ടും മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായത്. സാധാരണ നമ്മൾ സിനിമകളിലും മറ്റൊരുപാട് കേസുകളിലുമൊക്കെ കാണാറുള്ള ഒരു കാര്യം, ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു വക്കീൽ ഒരാളെ കുറ്റവാളി എന്ന് പറഞ്ഞ് ജയിലിലേക്ക് അയക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ അവൻ നിരപരാധിയാണ് എന്നറിഞ്ഞാൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത ആ വ്യക്തികൾക്ക് വല്ലാത്തൊരു അപമാനമായിരിക്കും അത്. നിരപരാധിയായ ഒരു വ്യക്തിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തല്ലോ. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? നിങ്ങളൊക്കെ ഒരു വക്കീലാണോ? നിങ്ങൾക്ക് എന്ത് കഴിവാണ് ഉള്ളത് എന്ന് 4 പേർ നമ്മുടെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പും. നമ്മുടെ റെപ്യൂട്ടേഷൻ പോകും എന്നുള്ളൊരു ഭയമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ കൂടിയും അത് മറച്ചു വയ്ക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കും. അത് തന്നെയാണ് ഇവിടെ പ്രോസിക്യൂട്ടറും ചെയ്തത്. നിരപരാധിയെ ബില്ലിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തുവെന്ന് പുറം ലോകം അറിഞ്ഞാൽ അത് തങ്ങൾക്ക് വല്ലാത്ത ചീത്തപ്പേരാകും എന്ന് ചിന്തിച്ച ഈ പ്രോസിക്യൂട്ടർ ടീം ചെയ്തത്, ജെയിംസ് ക്രൈം സീനിൽ ഉണ്ടായിരുന്നു. ജെയിംസ് തന്നെയാണ് അമാൻഡയെ കൊന്നത്. എന്നാൽ ജെയിംസ് കൊലപാതകം ചെയ്യുന്നതിന് അച്ഛൻ ബില്ലിയാണ് സഹായിച്ചത് എന്ന രീതിയിൽ ആ കേസിനെ വളച്ചെടുക്കാൻ ശ്രമിച്ചു. അതായത് പ്രോസിക്യൂട്ടർ പറഞ്ഞ തിയറി, ക്രൈം സീനിൽ മൂന്നാമതായി ഒരു വ്യക്തി, വീട് പൊളിച്ചതിൻ്റെ യാതൊരു തെളിവും ഇല്ല, ജെയിംസ് തന്നെയാണ് കൊന്നത്, അയാളുടെ ബയോളജിക്കൽ മെറ്റീരിയൽ ഉണ്ട്. എന്നാൽ ജെയിംസ് എങ്ങനെ വീടിനുള്ളിൽ വന്നു? വാതിലും പൊളിച്ചിട്ടില്ല, ജനാലയും പൊളിച്ചിട്ടില്ല, ഫോഴ്സ്ഡ് എൻട്രി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബില്ലിയാണ് ജെയിംസിനെ വീടിനുള്ളിലേക്ക് കയറ്റിയത്. പിന്നീട് ജെയിംസ് അമാൻഡയോട് മോശമായി പെരുമാറി അവളെ കൊല്ലാൻ ബില്ലിയും സഹായിച്ചു. ഈ ഒരു രീതിയിൽ കേസിനെ മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ വീണ്ടും ഈ ഒരു കേസിൻ്റെ വിചാരണ കോടതിയിലേക്ക് വരുന്നു. ഇത്തവണ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ഇതുവരെയും ബില്ലിയാണ് കുറ്റവാളി എന്ന രീതിയിലായിരുന്നു കേസ് മുന്നോട്ട് പോയത്. പക്ഷെ ഇപ്പോൾ ജെയിംസ് തന്നെയാണ് കൊന്നത്, എന്നാൽ അതിന് ബില്ലിയെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് 2 പേരെയും കുറ്റവാളികളാണെന്നും പറഞ്ഞ് കേസ് അമേരിക്കൻ കോടതിയിലേക്ക് വിചാരണയ്ക്ക് പോകുന്നു. 2014 കോടതിയിൽ ഈ ഒരു കേസിൻ്റെ വിചാരണ നടക്കുകയാണ്. ഇപ്പോൾ ബില്ലിയുടെ ഡിഫൻസ് ടീം പറഞ്ഞത്, ഈ ജെയിംസ് വീട് പൊളിച്ച് അകത്തേക്ക് വന്നതിൻ്റെ തെളിവില്ല, ബില്ലി സഹായിച്ചാണ് ജെയിംസ് അകത്തേക്ക് വന്നു എന്നും പറയുന്നു. എന്നാൽ ബില്ലിക്കും ഈ ജെയിംസിനും യാതൊരു ബന്ധവുമില്ല. അവർ 2 പേരും പരസ്പരം കണ്ടിട്ട് പോലുമില്ല, യാതൊരു പരിചയവുമില്ല. 2 പേരും ആരാണെന്ന് 2 പേർക്കും അറിയില്ല.
അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനു വേണ്ടി ബില്ലി ജെയിംസിനെ സഹായിക്കണം? മറ്റൊരാളെ എന്തിന് സ്വന്തം വീടിനുള്ളിലേക്ക് കൊണ്ടുവരണം? മകളോട് മോശമായി പെരുമാറാൻ എന്തിന് അനുവദിക്കണം? സ്വന്തം മകളെ കൊല്ലാൻ മറ്റൊരാളെ എന്തിന് സഹായിക്കണം? തീർച്ചയായും ബില്ലിക്കും ഇതിനും യാതൊരു ബന്ധവും ഇല്ല എന്ന് ഡിഫൻസ് ടീം ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഇല്ല, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇത് ചെയ്തത് എന്ന്. ഇതിൽ മറ്റൊരു ട്വിസ്റ്റുമുണ്ട്. ഈ കുറ്റം ചുമത്തിയ ജെയിംസ് എന്ന ആ ഒരു വ്യക്തിയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അയാൾ അമാൻഡയെ കൊന്നതിന് ശേഷം 4 കുറ്റം ചെയ്തിട്ടുണ്ട്. അവൻ്റെ ആ ക്രൈം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒരു വീടിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ അവൻ ആ വാതിൽ പൊളിക്കേണ്ട ആവശ്യമോ ജനാല പൊളിക്കേണ്ട ആവശ്യമോ ഇല്ല. അവൻ്റെ ഒരു കഴിവുണ്ട്. ഒരു കീ ഉപയോഗിച്ച് ഒരു വാതിൽ എങ്ങനെയാണോ തുറക്കുന്നത് അതുപോലെ തന്നെ യാതൊരു പ്രയാസമില്ലാതെ ഒരു വാതിൽ തുറക്കുകയും വീടിനുള്ളിലേക്ക് കയറും. അവൻ എന്താണോ ആവശ്യം അതെല്ലാം അവിടെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ആ വാതിൽ അതുപോലെ ലോക്ക് ചെയ്ത് പുറത്തേക്ക് വരും. ഇതാണ് അവൻ്റെ സ്കിൽ. അമാൻഡയെ കൊന്നതിന് ശേഷവും അവൻ 4 കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. ആ 4 ക്രൈമിലും ആ വീടുകളിൽ ഫോഴ്സ്ഡ് എൻട്രി ഇല്ലായിരുന്നു. ജെയിംസിന് വീട് പൊളിക്കാതെ അകത്തേക്ക് കയറാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ബില്ലി ഇവനെ സഹായിച്ചിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് ഡിഫൻസ് ലോയർ പറഞ്ഞു. അതുകൊണ്ട് ബില്ലിക്കും ഇയാൾക്കും യാതൊരു ബന്ധവുമില്ല. ഇവരെല്ലാം ഉറങ്ങാൻ പോയതിനു ശേഷം വീടിന്റെ വാതിലോ ജനാലയോ പൊളിക്കാതെ അകത്തേക്ക് വന്ന് അകത്തുറങ്ങിക്കിടന്ന അമാൻഡയെ കൊന്നിട്ട് വീണ്ടും അവൻ ആ വാതിൽ അടച്ചിട്ട് പോയി. എൻ്റെ ക്ലയന്റ് ബില്ലിക്ക് ഇതൊന്നും തന്നെ അറിയില്ല. ഇങ്ങനെ ഡിഫൻസ് ടീം എത്ര തന്നെ പറഞ്ഞിട്ട് കൂടിയും കോടതിയിൽ വന്ന വിധി എന്താണെന്ന് അറിയണ്ടേ? ഇവർ രണ്ടുപേരും ചേർന്നാണ് അമാൻഡ എന്ന പെൺകുട്ടിയെ കൊന്നത്. സ്വന്തം മകളെ കൊല്ലുന്നതിന് അച്ഛൻ തന്നെ അവനെ സഹായിച്ചു. അങ്ങനെ 2 പേർക്കും ജീവപര്യന്തം തടവ് വിധിച്ചു. പരോളിൽ പുറത്തു വരാനും സാധിക്കില്ല. ബില്ലിക്ക് ഇതിനകം ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. അതങ്ങനെ തുടർന്നാൽ മതി. പുതുതായി ജെയിംസിനും ജീവപര്യന്തം നൽകി. എന്നാൽ ഈ വിധിക്ക് ശേഷവും ബില്ലി പറഞ്ഞത്, എനിക്ക് ജെയിംസ് ആരെന്ന് പോലും അറിയില്ല, അയാളെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല, അയാളുടെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല, അവൻ എങ്ങനെയാണ് എൻ്റെ വീടിനുള്ളിൽ വന്നത് എന്ന് പോലും എനിക്കറിയില്ല, ഞാനൊരു നിരപരാധിയാണ് എന്ന് വീണ്ടും പറഞ്ഞു. എന്നാൽ എത്ര നിലവിളിച്ച് കരഞ്ഞു പറഞ്ഞിട്ട് കൂടിയും ഇനിയൊരു റീട്രയൽ ഉണ്ടാകില്ല. ജീവിതകാലം മുഴുവനും അയാൾ ജയിൽ തന്നെ ആയിരിക്കണം എന്ന സാഹചര്യം. 2017 ബില്ലിക്ക് 53 വയസ്സുള്ളപ്പോൾ ജയിലിൽ ആരോഗ്യസ്ഥിതി മോശമായി വളരെ ദുഃഖകരമായി അദ്ദേഹം മരിച്ചു. അവസാനം വരെയും അദ്ദേഹം ഒരു നിരപരാധിയാണെന്ന് തെളിയിച്ച് ജയിലിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ ജയിലിൽ തന്നെ അദ്ദേഹം മരിച്ചു. ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഒഫീഷ്യലായി തന്നെ പോലീസ് ഈ ഒരു കേസ് ക്ലോസ് ചെയ്തു. 2 കുറ്റവാളികൾ 2 പേർക്കും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഒരാൾ ഇതിനകം ജയിലിൽ മരിച്ചു, മറ്റൊരാൾ ജീവിതകാലം മുഴുവനും ജയിൽ തന്നെ ആയിരിക്കണം. ഇങ്ങനെ അമാൻഡ കേസ് ഒരു അവസാനത്തിൽ വന്നെങ്കിൽ കൂടിയും മാധ്യമങ്ങൾ, പൊതുജനങ്ങൾ, റിപ്പോർട്ടേഴ്സ് എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ബില്ല് ഈ കൊലപാതകം ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്നാണ്. കാരണം ജെയിംസ് ഈ കൊലപാതകം ചെയ്തു എന്നുള്ളതിന് സ്ട്രോങ് ആയ ഫിസിക്കൽ എവിഡൻസ് ഉണ്ട്. എന്നാൽ ഈ കൊലപാതകത്തിൽ ബില്ല് ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് തെളിയിക്കാനായി യാതൊരു തെളിവുമില്ലായിരുന്നു. എങ്കിൽ പോലും വീട് തകർത്തതിൻ്റെ യാതൊരു തെളിവും ഇല്ല എന്ന ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രം ഉപയോഗിച്ച് ബില്ലിക്ക് തെറ്റായ വിധി നൽകി എന്നാണ് എല്ലാവരും സംസാരിച്ചത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ബില്ലി ആ കൊലപാതകം ചെയ്തില്ല എന്ന് തന്നെ ചിന്തിക്കാം. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ മക്കൾ നമ്മുടെ കൺമുൻപിൽ മരിക്കുന്നത് നമുക്ക് സഹിക്കാനേ കഴിയാത്തൊരു കാര്യമാണ്. അതും സഹിച്ച് കുഞ്ഞിനോട് തെറ്റായി പെരുമാറി താൻ തന്നെയാണ് കൊന്നത് എന്ന ഒരു കുറ്റം തൻ്റെ തലയിൽ ചുമന്നുകൊണ്ട് ജയിലിൽ ഒരു ഏകാന്ത ജീവിതം അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നിരിക്കണം? ഒരല്പം പോലും ചിന്തിച്ചു നോക്കാൻ സാധിക്കുന്നില്ല. ജയിലിനുള്ളിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ ക്രൂരമായൊരു കാര്യമാണ്. അതും ചെയ്യാത്ത ഒരു തെറ്റിന് ശിക്ഷ അനുഭവിക്കുക ശരിക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു കേസിനെ കുറിച്ച് ഞാൻ ഫീൽ ചെയ്യുന്നത്, സാധാരണ ഏതൊരു കൊലപാതക കേസിലും തെളിവുകൾ എന്നൊരു ഘടകം ഉപയോഗിച്ചാണ് ശിക്ഷ വിധിക്കുക. അങ്ങനെയാണ് എല്ലാ കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കേസ് ഇതിനല്പം വ്യത്യസ്തമാണ്. ബില്ലിക്ക് നൽകിയിട്ടുള്ള ശിക്ഷ അദ്ദേഹത്തിൻ്റെ ഇമോഷൻ ബേസ് ചെയ്തായിരുന്നു. കാരണം അദ്ദേഹം 911 വിളിക്കുമ്പോൾ കൃത്യമായ ഒരു ഇമോഷൻ കാണിച്ചില്ല. തൻ്റെ മകളുടെ മരണത്തിൽ അദ്ദേഹത്തിന് യാതൊരു ദുഃഖവുമില്ല എന്ന രീതിയിലായിരുന്നു അയാളുടെ ആ ഒരു ടോൺ, സംസാരം. അങ്ങനെയായിരുന്നു മറ്റുള്ളവർ അസ്യൂം ചെയ്തെടുത്തത്. അങ്ങനെയാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും അദ്ദേഹത്തെ ഇമോഷനെയും ബേസ് ചെയ്താണ് ശിക്ഷ നൽകിയത്. ഇത് പൂർണ്ണമായും തെറ്റാണ്. എന്നെ സംബന്ധിച്ച് ബില്ലി ഈ കൊലപാതകം ചെയ്തിരിക്കേണ്ട സാധ്യതയേ ഇല്ല. അത് സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു മോട്ടീവും ബില്ലിക്കില്ല. അപ്പോൾ ഈ ജെയിംസിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി, വീടിനുള്ളിൽ മോഷ്ടിക്കുന്ന രീതി, പെൺകുട്ടികളോട് തെറ്റായി പെരുമാറുന്ന രീതി, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഈ ഒരു കൊലപാതകം ജെയിംസ് ഒറ്റയ്ക്ക് ചെയ്തിരിക്കാനാണ് സാധ്യത. അതും ആ വീട്ടിലെല്ലാവരും ഉറങ്ങിയതിന് ശേഷം വാതിൽ തുറന്ന്
അകത്തേക്ക് കയറി അമാൻഡയെ കൊന്നതിനു ശേഷം തിരികെ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് യാതൊരു ഫോഴ്സ്ഡ് എൻട്രിയും ഇല്ലാത്തത്. താൻ ചെയ്യാത്ത ഒരു തെറ്റിനു വേണ്ടി പല വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. ജയിൽ തന്നെ മരിച്ചുപോയ ബില്ലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുകയാണ്. ഒരുപക്ഷെ ഈ ഒരു DNA എവിഡൻസ് ആദ്യമേ സമർപ്പിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ ബില്ലി ഒരു പക്ഷേ ജയിൽ ശിക്ഷ അനുഭവിക്കില്ലായിരുന്നു. പ്രോസിക്യൂട്ടറും ഈ കേസിൽ തീരുമാനിച്ചത് ഒരാളെ ഫിക്സ് ചെയ്തു, അവൻ തന്നെയാണ് കൊന്നത്. യാതൊരു എവിഡൻസും അവർ നോക്കാൻ ശ്രമിച്ചതുമില്ല. അങ്ങനെ അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു. സാധാരണ ഒരു ക്രൈം സംഭവിക്കുമ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ആദ്യം തെളിവുകൾ, ആ തെളിവുകളെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ അന്വേഷണം മുന്നോട്ട് പോവുക. ആ ക്രൈം സീനിൽ ലഭിച്ച തെളിവുകൾ വെച്ച് മാത്രമാണ് ഒരു സസ്പെക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഒരാളെ സസ്പെക്റ്റായി കാണിച്ചിട്ട് അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെളിവുകൾ ബിൽഡ് ചെയ്യുന്നത് തെറ്റായ ഒരു അപ്രോച്ചാണ്. ആദ്യം അത് കുറ്റം ചെയ്ത കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും. ഇതാണ് ഇവിടെയും സംഭവിച്ചത്. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ഒരു ക്രിമിനോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫോറൻസിക് എക്സ്പേർട്ടോ കാണുകയാണെങ്കിൽ ഒരു ക്രൈമിനെ പ്രോസസ് ചെയ്യേണ്ട ബെസ്റ്റ് അപ്രോച്ച് എന്നത് ആദ്യം എല്ലാ തെളിവുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ചില കേസുകളിൽ ആദ്യം തന്നെ നമുക്ക് സസ്പെക്റ്റിനെ ലഭിക്കും. പക്ഷെ മറ്റ് കേസുകളിൽ ആദ്യം തെളിവുകൾ, ആ തെളിവിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആരാണ് കുറ്റവാളി എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുക. എങ്കിൽ മാത്രമേ അത് ശരിയായ കുറ്റവാളിയിലേക്ക് നയിക്കുകയുള്ളൂ. ആ ശരിയായ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ കേസിൽ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഒരു വ്യക്തിയെ ആദ്യം ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾക്കെതിരെയുള്ള തെളിവുകൾ ബിൽഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സത്യത്തിൽ അച്ഛനായ ബില്ലിക്കും ഈ കൊലപാതകത്തിനും ബന്ധമുണ്ടോ? അദ്ദേഹം ജെയിംസിനെ സഹായിച്ചിട്ടുണ്ടാകുമോ? അത്രയേറെ മോശമായ ഒരച്ഛനാണോ അദ്ദേഹം? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കേസസിനെ കുറിച്ച് അറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദയവ് ചെയ്ത് ഈ ഒരു കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.